ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നും കൊച്ചടുക്കളയിൽ. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും വിചാരിച്ച കുറേ നാളായല്ലോ സ്നാക്ക് ടൈപ്പ് ഒരു സ്റ്റാർട്ടർ ഐറ്റം ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ഇന്നൊരു സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹെവി ആയിട്ടുള്ളൊരു ഡിന്നറോ ലഞ്ചോ ഒക്കെ കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് ഷോർട്ട് ഈറ്റ്സ് കൊടുക്കും. ചെറുതായിട്ടുള്ള വറുവൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നുള്ളിപ്പറക്കി കഴിക്കുന്ന കാര്യങ്ങളില്ലേ, അതുപോലെ. അപ്പോൾ അതിനാണ് ഷോർട്ട് ഈറ്റ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഒരു 4 മണി പലഹാരമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. രാത്രി ഡിന്നറിന് മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ. അപ്പോൾ ഒരു ഹൈ ടീക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈസിയാണ്. പിന്നെ നോൺ വെജിറ്റേറിയൻസിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ വെജിറ്റേറിയൻസിന് ഓപ്ഷൻസ് കുറഞ്ഞ് വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ആലോചിക്കണം. വെജിറ്റേറിയൻസിൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മഷ്റൂംസ്, പനീർ, പിന്നെ കോളിഫ്ലവർ, ഇങ്ങനെയൊക്കെയല്ലേ വരുന്നത്, ബേബിക്കോൺ. അപ്പോൾ അതിലൊരു കാര്യമാണ് മഷ്റൂംസ്. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്, സുലഭമായി കിട്ടുന്ന കാര്യമാണ്, എവിടെയും കിട്ടും. ഓക്കെ, നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാം, കൂണ് കൃഷി. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കൃഷിയൊന്നുമില്ല കൂണിൻ്റെ, എങ്കിലും ഞാൻ മേടിച്ചാണ്. ഇത് 200 ഗ്രാമിൻ്റെ ബോക്സിലാണ്, 200 ഗ്രാം ബോക്സാണ് വരുന്നത്. അങ്ങനെ 2 ബോക്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ചിക്കൻ 65 എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പം ഇതെന്താ പറയുക, മഷ്റൂം 65. ഈ മഷ്റൂം 65 നമ്മൾ പറയുന്നതിന് വേണമെങ്കിൽ കുറച്ച് സോട്ട് ചെയ്ത് അത് കുറച്ചുകൂടെ ചില്ലി സ്റ്റൈലിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഇത് വെറുതെ നമ്മളിങ്ങനെ ചിക്കൻ 65 കഴിക്കുന്ന പോലെ പെറുക്കി കഴിക്കുന്ന രീതിയിൽ നന്നായിട്ട് നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിലും ചെയ്യാം, ലെസ് സ്പൈസി ആയിട്ട് ചെയ്യാം. ചിലപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ട് നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല ഫ്രഷാണ്, എങ്കിലും കുറച്ച് അടയാളമൊക്കെ ഉണ്ടല്ലോ. ക്ലീനിങ് ഈസിയാണ്. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് കുറച്ച് മൈദ മാവ് തട്ടിയിട്ടൊന്ന് പുരട്ടി അതിനെ ഒന്ന് റബ്ബ് ചെയ്യണം. എന്നിട്ട് വാഷ് ചെയ്തെടുത്താൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. കാര്യം ഇത് ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, പല സ്ഥലത്തുനിന്ന് വരുന്നതല്ലേ. ക്ലീൻ ചെയ്ത് തന്നെ എടുക്കാം. അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം ക്ലീനിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. കുറച്ച് മൈദ മാവ് ഇങ്ങനെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യാം. നമ്മൾ ചിക്കനൊക്കെ ക്ലീൻ ചെയ്യാറുണ്ടല്ലോ പല രീതിയിൽ. അപ്പോൾ ചിലപ്പോൾ മൈദമാവ് ചേർത്തും ചിക്കൻ ക്ലീൻ ചെയ്യാറുണ്ട്. അതുപോലെ അപ്പോൾ നന്നായിട്ട് അഴുക്കൊക്കെ പോകുന്നൊരു പ്രോസസ്സാണ്. ഇതുപോലെ ഇങ്ങനെ ആദ്യം ഇതൊന്ന് റബ്ബ് ചെയ്യാം. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് പുരട്ടി ഇങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്യാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു. ഓരോന്നും ഇങ്ങനെ ഈ മൈദയുടെ കളർ മാറിയത് നോക്കിയേ, കളർ കണ്ടോ. ഇത് കൂണിലുണ്ടായിരുന്ന അഴുക്കൊക്കെയാണ്. കാണുന്നുണ്ടല്ലോ. ഇതിപ്പോൾ അല്ലാണ്ട് വെള്ളത്തിൽ കഴുകിയാലും കുറേയൊക്കെ പോകും. എങ്കിൽ ഇത് നല്ല മെറ്റിക്കുലസ് ആയിട്ട് നമ്മൾ വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാം. കുറച്ചുകൂടി ഒരു തറോ ക്ലീനിങ് എന്നൊക്കെ പറയില്ല. അങ്ങനെ നല്ല വൃത്തിയും വെടിപ്പുമായിട്ട് നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാം. കട്ടിങ് ഈസിയാണ്. ഓക്കെ, എന്നോട് കുറേ പേര് ചോദിച്ചു എൻ്റെ ഈ കത്തി എവിടെ പോയി, ചേച്ചിയുടെ പഴയ കത്തി എവിടെ? കത്തിയുടെ ഉണ്ട്. ഇതും പുതിയതാണല്ലോ, ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. വിത്ത് തണ്ട് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. വലിപ്പം കൂടുതലാണെങ്കിൽ 3 ആക്കാം. സൈസ് അനുസരിച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി തണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ തണ്ട് മാറ്റിയിട്ടും കട്ട് ചെയ്യാം. ഈ ഭാഗം. ഈ കൂണെന്ന് പറയുന്നത് നമ്മുടെ മഷ്റൂം കട്ട് ചെയ്യാൻ വളരെ വളരെ ഈസിയാണ്. പിന്നെ ഇത് ബട്ടൺ മഷ്റൂം, പിന്നെ ഓയിസ്റ്റർ മഷ്റൂം ആണെങ്കിൽ അതും ഇഷ്ടത്തിനുള്ള ആ ഷേപ്പാക്കി എടുത്താൽ മതി. പിന്നെന്താ പറയുക, അപ്പോൾ പാർവതിയുടെ അവിടെയൊക്കെ പോകുമ്പോൾ വേറെ ടൈപ്പ് മഷ്റൂമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും എല്ലാം ഇതുപോലെ ചെയ്യാൻ പറ്റും. മഷ്റൂം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് വൈറ്റമിൻസ് മിനറൽസിൻ്റെയൊക്കെ ഒരു കലവറയാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പല കാര്യങ്ങളും, എസ്പെഷ്യലി നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ ഏറ്റവും നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് മഷ്റൂംസ്. ഇത് നല്ല വലിപ്പമുള്ളതാണ്. സോ മേക്ക് ഇറ്റ് 4. നമ്മുടെ പ്ലേറ്റ് ഇങ്ങനെ നിറയാറായിട്ടുണ്ട്, ഫുള്ളായിക്കൊണ്ടിരിക്കുന്നു. യെസ്, സോ
സോ മൈ പ്ലേറ്റ് ഈസ് ഫുൾ. നിറഞ്ഞ് കവിഞ്ഞ് 400 ഗ്രാമാണ് ടോട്ടൽ. ഒട്ടും വേസ്റ്റ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് എടുത്തു. അങ്ങനെ ക്ലീൻ മഷ്റൂമിനെ ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു ചെറിയ മാരിനേഷൻ കൊടുക്കുക. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് ഇച്ചിരി തൈര് അല്ലെങ്കിൽ നാരങ്ങ നീര്, ഉപ്പ് എല്ലാം കൂടി ചേർത്ത് ഇങ്ങനെ മഷ്റൂമിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും പിടിക്കില്ല, എങ്കിലും അത് ജനറലി അങ്ങനെയാണ്. എങ്കിലും ഇങ്ങനൊരു മാരിനേഷൻ ആദ്യം ചെയ്യാം. എന്നിട്ടൊരു 10-15 മിനിറ്റ്, പറ്റുമെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ ഓവർനൈറ്റ് മാരിനേഷനും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. ഇതിനകത്ത് കംപ്ലീറ്റ് വാട്ടറാണ്, വാട്ടർ കണ്ടൻറ്റ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ മാരിനേഷൻ 3 ടീസ്പൂൺ മുളക് പൊടി. ഇത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ്. ഇച്ചിരി സ്പൈസി ആയിട്ട് ചെയ്യാം, നോക്കാം. കുറച്ച് നല്ല സ്പൈസി ആക്കാൻ പറ്റുമോ നിങ്ങളുടെ ഇഷ്ടത്തിന് മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാനത് പക്ഷേ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടി, ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ നിറച്ചെടുക്കാം. അതുപോലെ ഇനി ഇഞ്ചി അരച്ചത്, ജിഞ്ചർ പേസ്റ്റ് again 1 ടീസ്പൂൺ. 2 പ്രധാന കാര്യങ്ങളായി. ഇനി ഇച്ചിരി ഉപ്പ്, ഇനി തൈര് 1 ടേബിൾ സ്പൂൺ തൈര്. ഇത് ഫസ്റ്റ് മാരിനേഷനാണ്. നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. ഞാൻ പാത്രം ഒന്ന് മാറ്റുകയാണേ, അതിലേക്ക് മിക്സിങ്ങിൻ്റെ സൗകര്യത്തിന്. ഇത് കുറച്ച് കുഴിയുള്ള ബൗൾ, ഇങ്ങനെ കുറച്ചുകൂടെ പരന്നതായിരിക്കും നല്ലത്. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് ബാക്കി ചേരുവകളെല്ലാം ചേർക്കുന്നത്. ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന പോലെ. അപ്പോൾ തൈരിന് പകരം നാരങ്ങാനീര് വേണമെങ്കിൽ ഒരു 1-1.5 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർക്കാം. തൈര് 1 ടേബിൾ സ്പൂൺ മുതൽ 1.5-2 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു 20 മിനിറ്റോളം ഇത് ഇങ്ങനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. കടലമാവ്, ബേസൻ പൗഡർ, കടലമാവ് 2, 3, ഒരു 4 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കണു. ഇനി അരിപ്പൊടി, വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിലും വറുത്തതാണെങ്കിലും കുഴപ്പമില്ല. 1, 2, 3, 4 again 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തു. നല്ല കരികരിപ്പ് കിട്ടും. ഇനി കോൺഫ്ലവർ, അതും 1, 2, 3, 4. ഇനി 1 ടേബിൾ സ്പൂൺ മൈദാമാവ് കൂടി ചേർക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. ഇനി പ്യുവർ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇനി മുട്ട കഴിക്കുന്നവരാണെങ്കിൽ ഇതിനകത്തേക്ക് 1 മുട്ടയും കൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യും. ഒരല്പം വെള്ളം ചേർക്കുന്നു. മുട്ടയുടെ ഒരു ഈർപ്പൊക്കെ ഉണ്ടാകും. പോരാന്ന് തോന്നുകയാണെങ്കിലാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നൊരു രീതിയിൽ കിട്ടണം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഉപ്പ് ചേർക്കാം. എല്ലാ മാവും നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും കിട്ടണം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അത് കാരണം ഉപ്പും കൂടി ചേർക്കാം. ആ മുട്ട ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു പിടുത്തം കിട്ടും. നല്ലതായിട്ട് ഇതിൽ കവേർഡായിട്ട് വറുക്കുമ്പോൾ കിട്ടുന്നത് കുറച്ചുകൂടി നല്ലതായിട്ട് വരും. പിന്നെ ഈ ഒരു കളറേ ഉണ്ടാവുള്ളൂ. ഇനി കുറച്ചുകൂടി നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളറും കൂടി ചേർക്കേണ്ടി വരും. അപ്പോൾ അതിന് പെർമിറ്റഡ് റെഡ് ഫുഡ് കളറാണ് ചേർക്കേണ്ടത്, ഓറഞ്ച് റെഡ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഒരു എന്താ പറയുക, കാണാൻ ക്യാമറയ്ക്ക് ഒരു ഭംഗിക്കും ഒരു പ്രസൻറ്റേഷന് കളർ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഹോട്ടൽ സ്റ്റൈലിൽ ചെയ്യുമ്പോൾ ഇച്ചിരി കളറും കൂടി ഞാൻ ചേർക്കാൻ പോവാണ്. അപ്പോൾ റെഡ് ഫുഡ് കളർ, ഓറഞ്ച് റെഡ്. ഇതിപ്പോൾ നമ്മൾ പൊടിയായിട്ട് കിട്ടുന്ന വാങ്ങുകയാണെങ്കിൽ
ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കയ്യിലെല്ലാം നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ കയ്യിലൊക്കെ പിടിക്കും. പിന്നെ ഇത് ഒട്ടും തന്നെ അഡ്വൈസബിൾ അല്ല കളർ ചേർക്കുന്നത്. എങ്കിലും ഞാനിതൊരു നമ്മൾ ചിത്രീകരിക്കുന്നതായതുകൊണ്ട് കാണാനുള്ള ഫോട്ടോസും വീഡിയോസും കുറച്ചുകൂടി കളർഫുൾ ആകാനാണ് ചേർക്കുന്നത്. നിങ്ങളത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ. ഓക്കെ, മഷ്റൂം 65യുടെ കോട്ടിങ്ങോടുകൂടി സെറ്റായി വറുത്താൽ മാത്രം മതി. റെഡി. കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ? ഇത് ഞാൻ പ്രത്യേകം വീണ്ടും പറയാണ്, ഈ എന്താ പറയുക, പെർമിറ്റഡ് ഫുഡ് കളർ എന്ന് പറഞ്ഞാലും കളർ ചേർക്കാതെ ചെയ്യുന്നത് തന്നെയാണ് നല്ല. ആർട്ടിഫിഷ്യൽ കളേഴ്സ് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഞാനതുകൊണ്ട് അഡ്വൈസ് ചെയ്യുന്നില്ല, ഞാനത് വേണ്ടാതെ പറയുള്ളൂ. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ അത് ചേർക്കണ്ട. ഇതിപ്പോൾ ഞാൻ അറിയാമല്ലോ, നമ്മളൊരു എന്താ പറയുക, കാണിക്കുമ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഹോട്ടൽ സ്റ്റൈൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കളർ ചിലർ പറയും ആ കളർ കിട്ടിയില്ലല്ലോ എന്ന് പറയരുതല്ലോ. അപ്പോൾ ആ കളറിന് വേണ്ടി മാത്രമാണിത് ചേർക്കുന്നത്, നത്തിങ് എൽസ്. ടേസ്റ്റിനൊന്നും ബാധിക്കില്ല. കളർ കുറഞ്ഞു എന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ? ഇതൊക്കെ വെറുതെ കളറൊക്കെ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് ആൾക്കാർ ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വറുക്കാനായിട്ട് ആദ്യം കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. എണ്ണ നല്ല ചൂടായിട്ട് ഇതിൽ നിന്ന് നമ്മൾ പക്കോറാസൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. ചിക്കൻ 65 ആണെങ്കിൽ നമ്മൾ വറുക്കാനായിട്ട് എടുക്കില്ലേ, അതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് വറുത്ത് പോരും. നല്ല കരിക്കരിപ്പായിട്ട് വറുത്ത് പോരും. എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഇത് നല്ല കരികരിപ്പായിട്ട് ക്രിസ്പിയായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതാണ് മെത്തേഡ്. ഈ ഒരു പ്രോസസ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇട്ട ഉടനെ ഇളക്കണ്ട, ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് നല്ലതായിട്ട് കോട്ടിങ്ങൊക്കെ പൊതിഞ്ഞ രീതിയിൽ തന്നെ വറുക്കാൻ പറ്റും. അപ്പോൾ കൂണ് ഇതിൽ കിടന്ന് തന്നെ പാകത്തിന് വെന്ത് കിട്ടും. കറക്റ്റായിട്ട് സ്ട്രിങ് ചെയ്യും. കുറച്ച് ഉള്ളിലേക്ക് പോയി ഇതിൻ്റെ ആ ഒരു കൂണിനകത്തൊരു ഈർപ്പമുണ്ടല്ലോ, വെള്ളമുണ്ട് കണ്ടന്റ്. അതുകൊണ്ട് ചെറിയ ഇങ്ങനെ എണ്ണയിലിടുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ പൊട്ടൽ പോലെ ഇങ്ങനെ കേൾക്കാം. അത് ആ കൂണായതുകൊണ്ടാണ്. മഷ്റൂംസ്. അപ്പോൾ മഷ്റൂം 65 ഇങ്ങനെ നല്ല എന്താ പറയുക വറുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ എത്ര പേർക്കാണ് മഷ്റൂംസ് ഇഷ്ടം? മഷ്റൂം ലവേഴ്സ് ആരൊക്കെ ഉണ്ട്? വരിക, കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. മഷ്റൂം എൻ്റെ ഫേവറേറ്റൊന്നുമല്ല, ഓക്കെ അത്രേ ഉള്ളൂ. പക്ഷേ പാറതിനോട് പോകുമ്പോൾ ആ മഷ്റൂം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ്, അവിടുത്തെ ടൈപ്പ് ഓഫ് മഷ്റൂം. ബട്ട് ഇവിടുത്തെ ഓക്കെ അത്രേ ഉള്ളൂ. പക്ഷേ ഒരുപാട് പേർക്ക് മഷ്റൂംസ് ഇഷ്ടമാണ്. ഞാനത് പറയാൻ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തരണം കേട്ടോ. കാര്യം നമ്മൾ പൂരി ഭാജി കുട്ടി പൂരി ഉണ്ടാക്കിയില്ല, അതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചു പൂരി ലവേഴ്സൊക്കെ വരുമെന്ന്. അപ്പോൾ കുറേ പേര് വന്ന് അവിടെ ഹാജർ വെച്ചിട്ട് പോയിട്ടുണ്ട്, അറ്റൻഡൻസ് മാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ആലോചിച്ചത് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ ആർക്കൊക്കെ എന്തൊക്കെ ഇഷ്ടമാണെന്നൊക്കെ ഞാനൊന്ന് ചോദിക്കുന്നതല്ലായിരിക്കും. ഞാൻ എല്ലാവർക്കും ഇഷ്ടമാകും, എന്നാൽ കോമൺ ആയിട്ട് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അല്ലാണ്ട് കുറച്ചൊരു മൈനോറിറ്റിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. കാര്യം നോൺ വെജിനാണ് ഒരുപാട് പേർക്ക് ഇഷ്ടം. മെജോറിറ്റി വെജിറ്റേറിയൻസും മൈനോറിറ്റിയാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് വെജിറ്റേറിയൻസ് ആയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു പ്രോസസ്സിലാണ്, വീഗനും അങ്ങനെയല്ല. പക്ഷേ അപ്പോൾ എല്ലാവരെയും കാണണമല്ലോ. അപ്പോൾ മഷ്റൂം അങ്ങനെ ഇതൊരു സ്റ്റാർട്ടറായിട്ട് നല്ല ഐറ്റമാണ്. നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴും കൊടുക്കാനൊക്കെ പറ്റുക. ഇതുപോലെ മാരിനേറ്റ് ഇത് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററിൽ ഇതിങ്ങനെ പുരട്ടി ഇങ്ങനെ വെച്ചാൽ ആ സമയമാകുമ്പോൾ വറുത്ത് കൊടുക്കാൻ നല്ലതായിരിക്കും. ഇപ്പോൾ ഏതാണ്ട് ക്രിസ്പി ആയിട്ട് മുരിഞ്ഞു കഴിഞ്ഞു. എണ്ണയിലിങ്ങനെ വളകിലുക്കം പോലെ ഒരു കിലുക്കം ശബ്ദം കേൾക്കും. അതാണ് അതിൻ്റെ ഒരു പാകം ആയി എന്ന് മനസ്സിലാവും. നല്ല കരുകരപ്പായിട്ട് സെറ്റായി കഴിഞ്ഞു. ഇനി രണ്ടിൽ നിന്നും മാറ്റാം. ഒരു ചിക്കൻ പക്കോറ ലുക്കില്ലേ? നമ്മുടെ മഷ്റൂം 65 എടുത്തു തുടങ്ങാം. ആ ശബ്ദം കേൾക്കുമ്പോൾ അറിയാലോ അതിൻ്റെ ഒരു ക്രിസ്പി കരികരിപ്പ്, ആ ഒരു ക്രിസ്പിനെസ്.
അപ്പോൾ ചൂടായി കിടക്കുന്ന ഇതേ എണ്ണയിലേക്ക് ബാക്കിയിരിക്കുന്ന മഷ്റൂംസ് ഇതുപോലെ ബാറ്ററിൽ പൊതിഞ്ഞിരിക്കുന്നത് ചേർത്ത് ഇതുപോലെ തന്നെ ഇട്ട് വറുത്തെടുക്കാം. സെക്കൻഡിലോട്ട് നല്ല കരികരിപ്പായിട്ട് വറുത്തെടുക്കാം. ഒന്ന് സെറ്റായി കഴിയുമ്പോൾ ഇതുപോലെ ഒരു സ്പൂണോ ഒരു കണ്ണാപ്പയോ എന്താ പറയുക ഒരു ചട്ടുകമോ എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിയിരിക്കുന്നതിനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ഒന്ന് മാറി ഒന്ന് ഡിവൈഡ് ചെയ്ത് പോകാനായിട്ട്. ഓക്കെ, അവരിങ്ങനെ വലിയ സ്നേഹത്തിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലബ്ഡായിട്ടിരിക്കുക. വേണ്ട, കുറച്ച് മാറിപ്പോട്ടെ, ഇൻഡിപെൻഡൻ്റ് ആകട്ടെ. സോ ഒരു ഇൻഡിപെൻഡൻസ് കൊടുക്കുക. അപ്പോൾ അത് ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ എളുപ്പമാണ്. ഓക്കെ, ഇനി മൊരിഞ്ഞോളൂ. അങ്ങനെ ലാസ്റ്റ് ലോട്ട് ഓഫ് അവർ മഷ്റൂം. ഇച്ചിരി കൂടുതലുണ്ടേ, 400 ഗ്രാം ഞാൻ ഉണ്ടാക്കിയല്ലോ എടുത്തിട്ട്, അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. അവസാനത്തെ ഭാഗം എണ്ണയിൽ നിന്നും നല്ല കരികരിപ്പായിട്ട് ഇത് ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഹോട്ട് ടൊമാറ്റോ കെച്ചപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു കുറച്ചൊരു സ്പൈസി, ഇത് അത്യാവശ്യം സ്പൈസിയാണ്, ആവശ്യത്തിന്, ഓവറല്ല. ഇതിൽ വേണമെങ്കിൽ പെപ്പർ പൗഡറും കൂടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, ഞാൻ ചേർത്തില്ല. പിന്നെ ഇത് ഒരു ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസും നല്ലതായിരിക്കും. പിന്നെ നല്ല ചില്ലി സോസ് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ചില്ലി ആൻഡ് ടൊമാറ്റോ സോസ് ആകാം. പക്ഷേ ചൂടായിട്ട് കൊടുക്കണം. ഇങ്ങനത്തെ വറുവൽ ഐറ്റംസ് എല്ലാം നല്ല എന്താ പറയുക ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാലിപ്പോൾ എന്താണെങ്കിലും കുറച്ചൊന്ന് തണുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ആ ഒരു കരികരിപ്പും ആ ടെക്സ്ചറും ഒക്കെ ചെറുതായിട്ടൊന്ന് മാറും. വലുതായി മാറില്ല എങ്കിലും ചെറുതായി മാറും. മഷ്റൂം 65 ഏതാണ്ട് ചിക്കൻ പക്കോറാസ് പോലെ ഇരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നോക്കിയേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വെരി ബ്യൂട്ടിഫുൾ, ടേസ്റ്റും അപാരമാണ്. ശരിക്കും ഈ മഷ്റൂം കൂടി അകത്തുള്ളതുകൊണ്ട് അത് കഴിക്കുമ്പോൾ ചെറിയൊരു നോൺ വെജ് ഒരു ചിക്കനൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മളുടെ മഷ്റൂം 65 എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, മഷ്റൂം എൻ്റെ ഫേവറേറ്റ് അല്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. ചെസ്റ്റ്നട്ട് മഷ്റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് മോളുടെ അവിടെ പോകുമ്പോൾ, മാഞ്ചസ്റ്ററിൽ പോകുമ്പോൾ ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ. ഇതൊരു ശരിക്കും ഒരു ഏർത്തിലി ടേസ്റ്റാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു നോൺ വെജ് കഴിക്കുന്ന ഫീലിംഗാണ് കിട്ടുന്നത്. അപ്പം ഒരു ചെറിയ ടേസ്റ്റിംഗ് ആവാം അല്ലേ. നല്ല കരിപ്പായിട്ടുള്ളൊരു പീസ് തന്നെ എടുക്കുന്നു. ഓക്കെ, ഞാൻ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കാണിക്കാം. കരിപ്പ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. യെസ്, ദ മഷ്റൂം. യമ്മി. ഒന്നുകൂടി കഴിക്കാൻ തോന്നുന്നു. സോസ് ഇല്ലാതെ കഴിക്കാം. അടിപൊളി. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാനും നല്ലതാണ്. ഒരു 4 മണി പലഹാരമായിട്ട്, ഡിന്നറിന് മുന്നോടിയായിട്ടുള്ളൊരു സ്റ്റാർട്ടറായിട്ട് നല്ലതാണ്. എങ്ങനെ വേണമെങ്കിൽ മഷ്റൂം പ്രേമികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ തയ്യാറാക്കാനും മറക്കണ്ട, ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാനും മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.